കോന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ചത് ദാസ് പി ജോർജ് എന്നയാളാണ്. പത്തനംതിട്ട അട്ടച്ചാക്കൽ സ്വദേശിയായ ദാസ് പി ജോർജ് CPMന്റെ പ്രവർത്തകനാണ്. പ്രസംഗത്തിനിടെ ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇന്നലെ നടന്ന ആ സംഭവത്തിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ദാസ് പി ജോർജിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഷിജോ കുര്യൻ നമ്മുടെ പത്തനംതിട്ടയിലെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷിജോ, CPM പ്രവർത്തകൻ തന്നെയാണ് ചോദിച്ചതെന്നുള്ളത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ആളുകൾ അറിയുന്നത്. SK എന്തായാലും ഇതിനകത്ത് ദാസ് പി ജോർജിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമുക്കൊപ്പം ദാസ് പി ജോർജ് ഉണ്ട്. അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് സ്വദേശിയാണ്. ഇപ്പോൾ ഇവിടെ വീട്ടിലൊറ്റയ്ക്കാണ് താമസം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിക്കാനുണ്ടായ സാഹചര്യം, കാരണം വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ശകലം എനിക്ക് ആവേശം തോന്നി. കാരണം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, തുടർ ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാനൊരു തികഞ്ഞ CPM ഒരാൾ പാർട്ടി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ജീവ പാർട്ടി പ്രവർത്തകനാണോ? അതെ അതെ അതെ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം 20,000 രൂപയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു, 20,000 കോടിയുടെ വികസനം ചെയ്ത് കഴിഞ്ഞു. കാരണം തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം ഞാൻ പേപ്പർ ഒരു സാമാന്യം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പേപ്പറിൽ നിന്നുള്ള അറിവ് വെച്ച്, കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്ത് മുന്നോട്ട് അടുത്ത 5 വർഷം വികസനം ചെയ്യാൻ, കാരണം കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വികസനം എങ്ങനെ നടക്കും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്ക് സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വിഷമം ഉണ്ടാക്കിയോ? ഇല്ല, വിഷമം ഉണ്ടാക്കില്ല. കാരണം ഞാൻ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ചോദിച്ചുകൂടെ? അല്ല, നമ്മൾ ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം. പുള്ളി പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പ്രസംഗത്തെ തടസ്സപ്പെടുന്നതല്ല, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ രസകരമായിട്ട് നമുക്കൊരു മറുപടി തരാമായിരുന്നില്ലേ? കാരണം ഇ കെ നായനാർ, കെ കരുണാകരൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും കേരളത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ സരസമായിട്ട് അവതരിപ്പിക്കും. ചേട്ടനും രസകരമായി ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി തന്നുകൂടായിരുന്നു എന്ന് കരുതിയോ? അല്ല, ആ വേദി തെറ്റാണ്. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് എൻ്റെ തെറ്റാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞ അതിനപ്പുറമായിരുന്നു എന്നോട് കാരണം ആ സാഹചര്യത്തിൽ പറയേണ്ടത്. ഇതിനുശേഷമുള്ള യാതൊരു വിഷമവുമില്ല. ഇതിനുശേഷം ആ ചോദ്യം ചോദിച്ചു, മുഖ്യമന്ത്രി അങ്ങനെ മറുപടി നൽകുന്നു. അതിനുശേഷം അപ്പോഴുണ്ടായ സാഹചര്യം എന്താ? ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റുമോ, അവിടെ നിന്ന് മാറി നിൽക്കാനോ വല്ലതും പറഞ്ഞോ? ഇല്ല, ആരും വന്നില്ല. ഞാൻ തിരിച്ച് ആ കസേര തന്നെ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് പൂർണ്ണമായിട്ട് പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അതിനുശേഷം പല ആളുകളും പറയുന്നുണ്ട്, ഈ പറഞ്ഞ നിങ്ങൾ മദ്യപിച്ചതിന് ശേഷമാണ് അവിടെ ചെന്ന് ഈ രീതിയിൽ ചോദ്യം ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ആ ആക്ഷേപത്തിനൊക്കെ മറുപടി എന്താണ്? അതെ, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനകത്ത് യാതൊരു വിഷമവും ഇല്ല, ചോദിക്കാൻ പാടില്ലായിരുന്നു, താൻ ചെയ്ത് തെറ്റാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്? അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. പാർട്ടി നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നു. ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിച്ചത് തെറ്റാണോ? ചോദ്യം ചോദിച്ചത് തെറ്റല്ല, സാഹചര്യം തെറ്റാണ്. കാരണം ആ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതാണ്. വിഷമമൊന്നുമില്ല? ഒരു വിഷമമില്ല. അപ്പോൾ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനമൊക്കെ? തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ഇലക്ഷൻ പ്രചരണമല്ലേ, ഇലക്ഷൻ പ്രചരണത്തിന് നടക്കും, പോസ്റ്റർ ഒട്ടിക്കണം, ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വ്യക്തി ജീവിതമൊക്കെ? കഴിഞ്ഞ 25 വർഷമായിട്ട് പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് നാട് കേന്ദ്രീകരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നത്? നാട് കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തനമുണ്ട്. അപ്പോൾ SKN മുഖ്യമന്ത്രിയുടെ ആ വേദിയിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. ചോദ്യം ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷേ സാഹചര്യവും സ്ഥലവും താൻ മനസ്സിലാക്കണമായിരുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് ദാസ് പി ജോർജ് നടത്തുന്നത്. തന്നെ പാർട്ടി നേതാക്കളാരും വിളിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കാൻ പോയ സാഹചര്യം അത് തെറ്റാണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിനകത്ത് വിഷമവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു പ്രതികരണമാണ് ദാസ് പി ജോർജ് നടത്തുന്നത്. SKN ദാസ് പി ജോർജ് മദ്യപിച്ചിരുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.